വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് ഡേ 2 ആണ്. ഞങ്ങൾ ഇന്ന് അതിരാവിലെ തന്നെ വേളാങ്കണ്ണി ഇറങ്ങി. ഇവിടെ നിന്ന് നേരെ ഞങ്ങൾ പോകുന്നത് തഞ്ചാവൂരുള്ള ബൃഹദേശ്വര ക്ഷേത്രത്തിലാണ്. ആ ക്ഷേത്രം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ഏൻഷ്യൻറ്റ് ബിൽഡിംഗ് ആണ്. അപ്പോൾ നമുക്കതെല്ലാം ഇന്ന് ഈ വീഡിയോയിൽ കാണാം. അവിടെ നിന്ന് പിന്നെ നേരെ പോകുന്നത് വാടിപ്പെട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്തൊരു ചർച്ചിലാണ്. അപ്പോൾ ആ ചർച്ചും കണ്ടിട്ട് നേരെ മറയൂറാണ് പോകുന്നത്. മറയൂറാണ് ഇന്ന് നമുക്ക് സ്റ്റേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും തഞ്ചാവൂർ എത്തിയിട്ട് ഇനി കാണാം. അങ്ങനെ ഞങ്ങളിപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. ഇപ്പോൾ ഈ കാണുന്ന ഗോപുരത്തിൽ കൂടെയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഏകദേശം 1000 മേലെ വർഷം പഴക്കമുള്ളൊരു സ്ഥലമാണ് കേട്ടോ എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഫുട്വെയർ ഒന്നും അലൗഡ് അല്ല. നമുക്കപ്പോൾ അതൊക്കെ ഒന്ന് ഊരി വെക്കണം. അതുപോലെ തന്നെ ഇവിടെ എൻട്രൻസിൻ്റെ അവിടെ ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഗോപുരമാണ്. ഈ ക്യാമറയിൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല, എന്നാലും നല്ല ഹൈറ്റാണ് കേട്ടോ ഇതെല്ലാം. ഈ രണ്ട് ഗോപുരവും നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പോൾ ഒരു ലെഫ്റ്റ് സൈഡ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ടെമ്പിളിൻ്റെ കുറച്ച് ഹിസ്റ്ററിയും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ലേ ഔട്ടും എല്ലാം വിത്ത് ഫോട്ടോ അവർ ഇതിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഐഡിയ കിട്ടും. നമുക്കപ്പോൾ എന്തായാലും ഇനിയിപ്പം അകത്ത് കയറി നോക്കാം എന്തൊക്കെയാണ് അവിടെ കാണാനുള്ളതെന്നുള്ളത്. നമ്മൾ അകത്ത് കയറി കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ചുറ്റുമതിൽ തന്നെയാണ് ഏറ്റവും ആകർഷകമായിട്ട് എനിക്ക് തോന്നിയത്. അതായത് ഈ ഒരു നമ്മൾ കയറി വന്ന ഈ ഒരു എൻട്രൻസിൻ്റെ ചുറ്റും അതിനോട് തന്നെ ചേർന്ന് ചുറ്റുമതിലുണ്ട്. വെറും ചുറ്റുമതിലെന്ന് പറയാൻ പറ്റില്ല, അതിൽ ഒരുപാട് കൽപ്പണികളും കൽത്തൂണുകളും ഒക്കെ ഉള്ള ഒരു അടിപൊളി ചുറ്റുമതിലാണ്. അതിനുള്ളിലാണ് ആക്ച്വലി ഈ ക്ഷേത്രം. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഗോപുരത്തിൻ്റെ ഏറ്റവും താഴെയാണ് ശ്രീകോവിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ് ആയ സൈഡിൽ കൂടിയാണ്. അതുപോലെ തന്നെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലൊരു കൽ ഗോപുരം കാണാം. ഇതിനെ നന്ദി ഗോപുരം എന്നാണ് പറയുന്നത്. ഇവിടെ അങ്ങനെ വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, നമുക്ക് കയറി കാണാം. പക്ഷെ നല്ല ക്യൂ ഉണ്ട്. ഞാൻ എന്തായാലും ക്യൂ നിന്ന് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും അടുത്തെത്തിയപ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ ഒരു കല്ലുകളിൽ മുഴുവൻ ഏത് ലാംഗ്വേജ് ആണെന്ന് അറിയില്ല, ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഇതൊക്കെ എന്ത് ടൈപ്പ് സംഭവങ്ങളാണെന്നുള്ളത്. ഓരോ സൈഡിലും ഓരോ ചെറിയ വാതിലുകളിൽ ഇതുപോലെ ഒരുപാട് വിഗ്രഹങ്ങൾ കാണാം. വലുതും ചെറുതുമായിട്ട് പല ടൈപ്പ് വിഗ്രഹങ്ങൾ കാണാം. ഗണപതി ഭഗവാന്റെ വിഗ്രഹമാണ്. അപ്പോൾ അത് മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ. മറ്റുള്ള വിഗ്രഹങ്ങളെ കണ്ടിട്ട് എനിക്കത് എന്താണെന്നൊന്നും പറയാൻ അറിയില്ല, ആരാണെന്ന് അറിയില്ല. അങ്ങനെ ഈ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും അതുപോലെ തന്നെ ടോപ്പിലും ഒക്കെ ആയിട്ട് ഒരുപാട് വിഗ്രഹങ്ങൾ ഈ ഒരു അമ്പലത്തിൻ്റെ സൈഡിൽ കാണാം. പിന്നെ ഇതിൻ്റെ ഈ ഒരു വർക്ക് ഒരു രക്ഷയില്ല. ഇതിനകത്തുനിന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾ കാണാം രണ്ട് സൈഡിലും ഒരുപാട് പണികളൊക്കെ ഉള്ള തൂണുകളാണ്. പിന്നെ മാത്രമല്ല ഈ ഒരു ടോട്ടൽ ബിൽഡിംഗ് സിമെൻ്റ് എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യാതെയാണ് അവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതും ആ സമയത്ത്. അപ്പോൾ അതിൻ്റെ എഞ്ചിനീയറിംഗ് ഒക്കെ ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. ആ ഒരു സമയത്ത് ഒരു എഞ്ചിനീയർ പോലും ഇല്ലാത്ത കാലമാണ് നമുക്കറിയാം. ലെഫ്റ്റ് സൈഡിലും ഇതുപോലെ കുറേ രൂപങ്ങളൊക്കെ കാണാം. ആ ഒരു സൈഡിൽ ഏൻഷ്യൻ ടൈമിൽ യൂസ് ചെയ്ത എന്തൊക്കെയോ ടൈപ്പ് സാധനങ്ങളാണ്. അതൊക്കെ എന്താണെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള രണ്ട് സൈഡിലും വെച്ചിരിക്കുന്നത്. പിന്നെ ശ്രീകോവിലിൻ്റെ അങ്ങോട്ട് വീഡിയോഗ്രാഫി അലൗഡ് അല്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തു. എന്നിട്ട് ഞങ്ങളിതാ പുറത്തിറങ്ങി. ഓൾ ടുഗെദർ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തെങ്കിലും ഈ ഒരു ഏൻഷ്യൻ്റ് ആയിട്ടൊരു ബിൽഡിംഗ് ഇത്രയും അടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു നല്ല ഫീൽ തന്നെയാണ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും ഒരുപാട് സമയം ഇവിടെ നിൽക്കാനുള്ളൊരു ടൈമില്ല. നമ്മളിവിടെ നിന്ന് നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്.